വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ബോട്ടിൽ ആർട്ട് കാണിക്കുന്നത് ഞാനല്ല, എൻ്റെ മോനാണ് കേട്ടോ. അവനിപ്പോൾ 8th പഠിക്കുന്നത്. പേര് റോഷ്വിൻ എന്നാണ്. അപ്പോൾ ഇന്നലെ അവർക്ക് ക്ലാസ്സിൽ, അതായത് ക്ലാസ് ടീച്ചറും അവൻ്റെ ക്ലാസ്മേറ്റ്സുമായിട്ട് ഒരു ഇൻട്രാക്റ്റിംഗ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവൻ പ്രസൻറ്റ് ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ് അവൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. ഈ ബോട്ടിൽ ആർട്ടിന് ആകെ ഒരു പെയിൻറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ ബോട്ടിലിന് ബേസ് കോട്ട് കൊടുക്കാനായിട്ട് ഒരു പെയിൻറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അവനിവിടെ ബേസായിട്ട് പേൾ വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്രിലിക്, അതായത് സാധാരണ വൈറ്റ് ആക്രിലിക് കളർ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ചെറിയൊരു പീസ് സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. പെയിൻറ്റിലേക്ക് നമ്മൾ സ്പോഞ്ച് ഡിപ്പ് ചെയ്തതിന് ശേഷം പതുക്കെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതെല്ലാവർക്കും അറിയായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ ചെയ്ത ബോട്ടിൽ ആർട്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. അതിൽ നമ്മൾ പെയിൻറ്റ് അധികം യൂസ് ചെയ്യാതെ ഡ്രോയിങ് സ്കിൽസ് ഒന്നും ഇല്ലാത്തവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് അന്ന് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി ഇത് പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കോട്ട് അപ്ലൈ ചെയ്തിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമുക്ക് 3 കോട്ട് പെയിൻറ്റ് അടിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഗ്ലിറ്റർ ഫോം ഷീറ്റ്സ് ആണ്. ബാക്കിൽ ഗ്ലൂ ഇല്ലാത്ത ടൈപ്പ് വേണം എടുക്കാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്ലിറ്റർ ഫോം ഷീറ്റ്സ് വെച്ചിട്ട് ഇതുപോലെ ചെറിയ റോസസ് ഉണ്ടാക്കിയെടുക്കണം. ഈ റോസ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോവാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ലാസ്റ്റ് വീക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാനായിട്ട് താഴെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കണേ. ഇവിടെ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ കുറച്ച് റോസസ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അവനിതുപോലെ കുറച്ച് റോസസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ്, ഒന്ന് കണ്ടു നോക്കണം കേട്ടോ എല്ലാവരും. ഇനി ഗ്രീൻ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ബോട്ടിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ഹാഫ് പേൾ ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സും ലീവ്സും ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഐഡിയ അനുസരിച്ച് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഫ്ലവേഴ്സും ലീവ്സും. അപ്പോൾ മോനിവിടെ ചെയ്യുന്നത് 3 ഫ്ലവർ ആദ്യം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെ ലീവ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ താഴെയും പിന്നെ മിഡിലിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കുറച്ച് നീങ്ങിയിട്ട് മുകളിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അവൻ അറേഞ്ച് ചെയ്ത് പോണത്. ഇവിടെ കാണിക്കുന്ന സെയിം ഇതേ രീതിയിൽ തന്നെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഫ്ലവറും ലീവ്സും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സും ലീവ്സും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ എൻ്റെ അടുത്ത് കുറച്ച് ബീഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മോനെടുത്ത് കൊടുത്തു. അപ്പോൾ അവൻ അത് വെച്ച് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അവൻ തന്നെ ഡിസൈൻ ചെയ്തതാണിത്.
അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ആർട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതാണ് കേട്ടോ മോൻ, മൂത്ത ആളാണ്. റോഷ്വിൻ എന്നാണ് അവൻ്റെ പേര്. വീട്ടിൽ ഡൂഡു എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. നല്ല ഭംഗിയുള്ളൊരു ഡെക്കർ പീസായിട്ട് നമുക്കിത് വീട്ടിൽ വെക്കാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾസിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലിലുള്ള മറ്റ് വീഡിയോസ് എല്ലാം കണ്ടു നോക്കണം കേട്ടോ. ജ്വല്ലറി വീഡിയോസ് ഉണ്ട്, ജ്വല്ലറി മേക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള വീഡിയോസ് ഒരുപാടുണ്ട്. പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസ് ഉണ്ട്, കുക്കിംഗ് വീഡിയോസ് ഉണ്ട്. ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ വീഡിയോസ് എല്ലാം കണ്ടു നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.